DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും മാർച്ച് മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നത്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. സംസ്ഥാനത്ത് നീലവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് കഴിഞ്ഞ മാസങ്ങളിൽ അരിവിഹിതം കുറഞ്ഞതിനെ തുടർന്ന് റേഷൻ വാങ്ങുന്നവരുടെ മൊത്തം എണ്ണം വലിയ തോതിൽ കുറഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് മാർച്ച് മാസത്തിൽ APL വിഭാഗം റേഷൻ കാർഡുകളുടെ അരിവിഹിതം ഉയർത്തിയിരിക്കുകയാണ്. നീലവെള്ള കാർഡുകാർക്ക് അരിവിഹിതം കുറഞ്ഞതിനെ തുടർന്ന് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ റേഷൻ വാങ്ങുന്നവരുടെ എണ്ണം 80% താഴെയായിരുന്നു. ജനുവരിയിൽ 79.75% പേരും ഫെബ്രുവരിയിൽ 78.93% കാർഡ് ഉടമകളും മാത്രമാണ് റേഷൻ വാങ്ങിയത്. ആകെയുള്ള 95,43,599 കാർഡ് ഉടമകളിൽ 75,33,600 പേർ മാത്രമാണ് ഫെബ്രുവരി റേഷൻ വാങ്ങിയത്. അതേസമയം വെള്ള കാർഡുകാർക്ക് 10 കിലോ അരിയും നീല കാർഡുകാർക്ക് 5 കിലോ സ്പെഷ്യൽ അരിയും നൽകിയ ഡിസംബറിൽ 85.40% കാർഡ് ഉടമകൾ റേഷൻ വാങ്ങിയിരുന്നു. അതിനാൽ മാർച്ച് മാസത്തിൽ നീലവെള്ള റേഷൻ കാർഡുകളുടെ വിഹിതത്തിലും വർധനവ് വരുത്തിയിട്ടുണ്ട്. നീല റേഷൻ കാർഡിന് ഫെബ്രുവരിയിൽ ഓരോ അംഗത്തിനും 2 കിലോ അരി മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ മാർച്ച് മാസത്തിൽ ഓരോ അംഗത്തിനും 2 കിലോ അരിക്ക് പുറമെ കാർഡിന് 2 കിലോ അരി സ്പെഷ്യലായി 10 രൂപ 90 പൈസ നിരക്കിൽ നൽകുന്നുണ്ട്. കഴിഞ്ഞ മാസത്തെ പോലെ സ്റ്റോക്കിനനുസരിച്ച് 1 കിലോ മുതൽ 4 കിലോ വരെ ആട്ടയും ലഭിക്കും. അതുപോലെ വെള്ള റേഷൻ കാർഡിന് ഫെബ്രുവരിയിൽ 2 കിലോ അരി മാത്രമാണ് ലഭിച്ചതെങ്കിൽ മാർച്ച് മാസത്തിൽ അത് കൂട്ടി കാർഡിന് 6 കിലോ അരി ലഭിക്കും. കൂടാതെ സ്റ്റോക്ക് അനുസരിച്ച് 1 കിലോ മുതൽ 4 കിലോ വരെ ആട്ട 17 രൂപ നിരക്കിലും ലഭിക്കും. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾക്ക് മുൻമാസങ്ങളിൽ ലഭിക്കുന്ന അതേ വിഹിതങ്ങൾ തന്നെയാണ് മാർച്ച് മാസത്തിലും നൽകുന്നത്. മാർച്ചിൽ സാധാരണ റേഷൻ വിഹിതത്തിന് കോമ്പിനേഷൻ ബില്ലിംഗും അനുവദിക്കും. സ്പെഷ്യൽ അരിക്ക് കോമ്പിനേഷൻ ബില്ലിംഗ് ഉണ്ടാകില്ല. മാർച്ചിൽ എല്ലാ വിഭാഗം കാർഡുകൾക്കും 2 കിലോഗ്രാം വീതം പച്ചരി ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. അതുപോലെ കേരളത്തിന് അനുവദിച്ച മണ്ണെണ്ണ വിഹിതം കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിൽ സ്റ്റോക്ക് കാലിയാക്കാൻ ഈ മാസം എല്ലാ വിഭാഗം കാർഡുകൾക്കും 1 ലിറ്റർ വീതം നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മണ്ണെണ്ണ വാങ്ങിയവർക്ക് വീണ്ടും വാങ്ങാനും സാധിക്കും. വൈദ്യുതീകരിക്കാത്ത വീടുകളിലെ കാർഡ് ഉടമകൾക്ക് 4 ലിറ്റർ ലഭിക്കും. സാധാരണ 3 മാസത്തിലൊരിക്കൽ വർഷത്തിൽ 4 ക്വാർട്ടറുകളിലാണ് റേഷൻ മണ്ണെണ്ണ വിതരണം. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ക്വാർട്ടറിൽ മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞക്കാർഡിന് 1 ലിറ്ററും പിങ്ക് നീല വെള്ള കാർഡുകൾക്ക് 1/2 ലിറ്ററുമായിരുന്നു വിഹിതം. ഇങ്ങനെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വിഹിതം വാങ്ങിയവർക്കും ഇപ്പോൾ വീണ്ടും വാങ്ങാം. കേന്ദ്ര സർക്കാർ ഈ സാമ്പത്തിക വർഷം അനുവദിച്ച റേഷൻ മണ്ണെണ്ണ വിഹിതം മാർച്ചിൽ തന്നെ വിതരണം ചെയ്ത് തീർക്കേണ്ടതാണ്. അതിനാലാണ് അധിക അളവ് ഇപ്പോൾ നൽകുന്നത്. അതേസമയം കേരളത്തിൽ റേഷൻ മണ്ണെണ്ണയുടെ വിൽപ്പന ലിറ്ററിന് 4 രൂപ കൂടി ഇന്ന് മുതൽ 71 രൂപയായി. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടരുന്നതിനിടെ എണ്ണക്കമ്പനികൾ അടിസ്ഥാന വില 52 രൂപയിൽ നിന്ന് 56 രൂപയായി കൂട്ടിയതോടെയാണ് നികുതി, കമ്മീഷൻ എന്നിവ ഉൾപ്പെടെ 71 രൂപയായത്. മാർച്ച് മാസത്തെ റേഷൻ വിതരണം മാർച്ച് 3 ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള എല്ലാ റേഷൻ അറിയിപ്പുകളും യഥാസമയം ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. ഈ ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുക.